ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ നല്ല പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എന്നാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലേക്ക് പോകാം. ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദൈവം നോഹയെയും കുടുംബത്തെയും അനുഗ്രഹിച്ചത് എപ്പോൾ എന്നായിരുന്നു. അതിൻ്റെ ഉത്തരം ജലപ്രളയത്തിന് ശേഷം. രണ്ടാമത്തെ ചോദ്യം, എന്ന് മുതലാണ് മനുഷ്യൻ മാംസം ഉപയോഗിച്ചു തുടങ്ങിയത്. അതിൻ്റെ ഉത്തരം ജലപ്രളയത്തിന് ശേഷമാണ് മനുഷ്യൻ മാംസം ഉപയോഗിച്ച് തുടങ്ങിയത്. അടുത്ത ചോദ്യം, പ്രാണൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രക്തത്തിലാണ് പ്രാണൻ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിഞ്ഞാൽ അവൻ്റെ രക്തം ചൊരിയിക്കുന്നത് ആര് എന്നായിരുന്നു. അതിൻ്റെ ഉത്തരം മനുഷ്യൻ. നോഹയോടുള്ള ദൈവ നിയമത്തിൻ്റെ അടയാളം എന്ത്? മഴവില്ലാണ് അതിൻ്റെ ഉത്തരം. കനാൻ്റെ പിതാവ് ആര്? കനാൻ്റെ പിതാവ് ഹാം ആണ്. ഹാമിൻ്റെ മകൻ ആര്? കനാനാണ് ഹാമിൻ്റെ മകൻ. ആദ്യമായി മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയത് ആര്? നോഹയായിരുന്നു ആദ്യമായി മുന്തിരിത്തോട്ടം നട്ട് ഉണ്ടാക്കിയത്. അടുത്തത്, നോഹയുടെ ജോലി എന്തായിരുന്നു എന്നാണ്. നോഹയുടെ ജോലി കൃഷിപ്പണിയായിരുന്നു. ഒന്നാമതായി വീഞ്ഞു കുടിച്ച് ലഹരിയായവൻ ആര് എന്നായിരുന്നു അടുത്ത ചോദ്യം. നോഹയായിരുന്നു ഒന്നാമതായി വീഞ്ഞു കുടിച്ച് ലഹരിയായവൻ. നോഹയുടെ നഗ്നത മറച്ച പുത്രന്മാർ ആരെല്ലാം? ശേമും യാഫേത്തും. തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായിത്തീരും എന്ന് നോഹ ശപിച്ചത് ആരെയായിരുന്നു? ഹാമിനെയായിരുന്നു നോഹ ശപിച്ചത്. ജലപ്രളയത്തിന് ശേഷം നോഹ എത്ര സംവത്സരം ജീവിച്ചിരുന്നു? 350 സംവത്സരം. നോഹയുടെ ആയുഷ്കാലം എത്ര? 950 സംവത്സരമാണ് നോഹയുടെ ആയുഷ്കാലം. യാഫേത്തിൻ്റെ പുത്രന്മാർ ആരെല്ലാം? ഗോമർ, മാഗോഗ്, മാദായി, യാവാൻ, തീരാസ്, മേശക്, തൂബൽ. ജാതികളുടെ ദ്വീപുകളിൽ അധിവസിച്ചവർ ആരെല്ലാം? യാഫേത്തിൻ്റെ മക്കളാണ് അവിടെ അധിവസിച്ചത്. ഹാമിൻ്റെ പുത്രന്മാർ ആരെല്ലാം? കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ എന്നിവരാണ്. നിമ്രോദിൻ്റെ പിതാവ് ആര് എന്നായിരുന്നു അടുത്ത ചോദ്യം. കൂശ് ആണ് നിമ്രോദിൻ്റെ പിതാവ്. ഭൂമിയിലെ ആദ്യത്തെ വീരൻ ആര്? നിമ്രോദായിരുന്നു ഭൂമിയിലെ ആദ്യത്തെ വീരൻ. യഹോവയുടെ മുമ്പാകെ
നായാട്ടുവീരൻ ആരായിരുന്നു? നിമ്രോദായിരുന്നു യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരൻ. നിമ്രോദിൻ്റെ ദേശത്തിൻ്റെ ആരംഭം എവിടെ നിന്ന്? ശിനാർ ദേശത്ത്, ബാബേൽ, ഏരക്, അക്കാദ്, കൽനെ. ഭൂമിയിലെ ആദ്യത്തെ വീരൻ ആര്? നിമ്രോദ് തന്നെയാണ് ഭൂമിയിലെ ആദ്യത്തെ വീരൻ. നിമ്രോദ് പണിത പട്ടണത്തിൻ്റെ പേരെന്ത്? ബാബേലാണ് നിമ്രോദ് പണിത പട്ടണം. അശൂർ പണിത പട്ടണം നിനവെ, രഹോബോത്ത്, രേബൽ. അറിയപ്പെടുന്ന ആദ്യത്തെ മഹാനഗരം രേസൻ ആണ്. ഫെലിസ്ത്യർ ഉത്ഭവിച്ചത് എവിടെ നിന്നാണ്? മിസ്രൈമിൻ്റെ മക്കളിൽ നിന്നും. കനാൻ്റെ ആദ്യജാതൻ ആര്? സീദോനായിരുന്നു കനാൻ്റെ ആദ്യജാതൻ. ഊസിൻ്റെ പിതാവ് ആര്? ഊസിൻ്റെ പിതാവ് അരാം ആയിരുന്നു. പേലേഗിൻ്റെ പിതാവ് ആര്? ഏബർ ആയിരുന്നു. ആരുടെ കാലത്താണ് ഭൂവാസികൾ പിരിഞ്ഞുപോയത്? പേലേഗിൻ്റെ കാലത്താണ് ഭൂവാസികൾ പിരിഞ്ഞുപോയത്. എന്നാൽ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം, പേലേഗിൻ്റെ സഹോദരൻ ആര്? ഒന്നാമത്തെ ചോദ്യം, പേലേഗിൻ്റെ സഹോദരൻ ആര്? യഹോവ സർവഭൂമിയിലെയും ഭാഷ കലക്കിക്കളഞ്ഞത് എവിടെ വെച്ച്? യഹോവ സകല ഭൂവാസികളുടെയും ഭാഷ കലക്കിക്കളഞ്ഞത് എവിടെ വെച്ച്? ഭൂമിയിലുള്ള ജനത്തിന് ജലപ്രളയ ശേഷം എത്ര ഭാഷയുണ്ടായിരുന്നു? ഭൂമിയിലുള്ള ജനത്തിന് ജലപ്രളയ ശേഷം എത്ര ഭാഷ ഉണ്ടായിരുന്നു? ബാബേലിൻ്റെ പഴയ പേരെന്ത്? അടുത്ത ചോദ്യം, ബാബേലിൻ്റെ പഴയ പേരെന്ത്? മനുഷ്യൻ്റെ വലിയ ആഗ്രഹം എന്തായിരുന്നു? മനുഷ്യൻ്റെ വലിയ ആഗ്രഹം എന്തായിരുന്നു? ശേമിൻ്റെ ആദ്യജാതൻ ആര്? ശേമിൻ്റെ ആദ്യജാതൻ ആര്? അർപ്പക്ഷാദിൻ്റെ പിതാവ് ആര്? അർപ്പക്ഷാദിൻ്റെ പിതാവ് ആര്? അടുത്തത്, നാഹോരിൻ്റെ പിതാവ് ആര്? നാഹോരിൻ്റെ പിതാവ് ആര്? പേരുണ്ടാക്കാനുള്ള മനുഷ്യൻ്റെ ആദ്യ ശ്രമം എന്താണ്? പേരുണ്ടാക്കാനുള്ള മനുഷ്യൻ്റെ ആദ്യ ശ്രമം എന്താണ്? അർപ്പക്ഷാദ് ജനിക്കുമ്പോൾ ശേമിൻ്റെ വയസ്സെത്ര? അർപ്പക്ഷാദ് ജനിക്കുമ്പോൾ ശേമിൻ്റെ വയസ്സ് എത്ര? നാഹോരിൻ്റെ പിതാവ് ആര്? നാഹോരിൻ്റെ പിതാവ് ആര്? നാഹോരിൻ്റെ മകൻ ആര്? നാഹോരിൻ്റെ മകൻ ആര്? തേരഹ് ജനിക്കുമ്പോൾ നാഹോരിന് എത്ര വയസ്സായിരുന്നു? തേരഹ് ജനിക്കുമ്പോൾ നാഹോരിന് എത്ര വയസ്സായിരുന്നു? അബ്രഹാമിൻ്റെ പിതാവ് ആര്? അബ്രഹാമിൻ്റെ പിതാവ് ആര്?
നാഹോരിൻ്റെ ആയുഷ്കാലം എത്ര? നാഹോരിൻ്റെ ആയുഷ്കാലം എത്ര? അബ്രഹാമിൻ്റെ സഹോദരന്മാർ ആരെല്ലാം? അബ്രഹാമിൻ്റെ സഹോദരന്മാർ ആരെല്ലാം? ലോത്തിൻ്റെ പിതാവ് ആര്? ലോത്തിൻ്റെ പിതാവ് ആര്? തേരഹിന് മുൻപ് മരിച്ചുപോയത് ആര്? തേരഹിന് മുൻപ് മരിച്ചു പോയതാര്? ഹാരാൻ മരിച്ച സ്ഥലം ഏത്? ഹാരാൻ മരിച്ച സ്ഥലം ഏത്? അബ്രഹാമിൻ്റെ ഭാര്യയുടെ പേര് എന്ത്? അബ്രഹാമിൻ്റെ ഭാര്യയുടെ പേര് എന്ത്? ഹാരാൻ്റെ പെൺമക്കൾ ആരെല്ലാം? ഹാരാൻ്റെ പെൺമക്കൾ ആരെല്ലാം? നോഹോദിൻ്റെ ഭാര്യയുടെ പേരെന്ത്? നോഹോദിൻ്റെ ഭാര്യയുടെ പേര് എന്ത്? അബ്രഹാമിൻ്റെ ജന്മസ്ഥലം ഏത്? അബ്രഹാമിൻ്റെ ജന്മസ്ഥലം ഏത്? തേരഹിൻ്റെ ആയുഷ്കാലം എത്ര? തേരഹിൻ്റെ ആയുഷ്കാലം എത്ര? യഹോവ അബ്രഹാമിനോട് എവിടെ പോകാനാണ് പറഞ്ഞത്? യഹോവ അബ്രഹാമിനോട് എവിടെ പോകാനാണ് പറഞ്ഞത്? ഇന്നത്തെ ചോദ്യം കഴിഞ്ഞു. ഉത്തരം അയയ്ക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.